بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ ഇൽമിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഉസ്താദന്മാരെ, ഞാനിന്നിവിടെ ആഗതനായതിൻ്റെ ഉദ്ദേശം ക്ഷമ എന്ന വിഷയത്തെക്കുറിച്ച് എന്നിൽ അറിയാവുന്ന ചില അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകാനാണ്. അതിന് തൗഫീഖ് നൽകിയ നാഥനെ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അലാ കുല്ലി ഹാൽ. ക്ഷമ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിച്ചു പോകുന്നത് പഴയ, അതായത് വളരെ കാലങ്ങൾക്ക് മുന്നേ ഉള്ള നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരെയാണ് നമ്മൾ ഓർത്തു പോകുന്നത്. അതിലേറ്റവും വലിയ ഉദാഹരണം ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ അല്ലാഹുവിൻ്റെ ഖലീലായി മാറി? അത് അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളെല്ലാം ഇബ്രാഹിം നബി ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് ഇബ്രാഹിം നബി അത്രയും വലിയ ഒരു പൊസിഷൻ നേടാൻ സാധിച്ചത്. ഇബ്രാഹിം നബിയുടെ പേര് നിസ്കാരത്തിൽ പോലും നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇബ്രാഹിം നബി അത്രയധികം ത്യാഗങ്ങൾ സഹിച്ചു. സ്വന്തം മകനെ അള്ളാഹുവിന് വേണ്ടി ബലി നൽകാൻ പറഞ്ഞപ്പോൾ പോലും ഒരു മടിയും കൂടാതെ അതിന് തയ്യാറാകുകയും ചെയ്ത ഒരു നബിയാണ് ഇബ്രാഹിം നബി. അതേമാതിരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നബിമാരും ത്യാഗങ്ങൾ സഹിച്ചാണ് അവർ നിലനിന്നിരുന്നത്. ആസിയ നബി റളിയല്ലാഹു അൻഹ ഫിരൗൻ ഉപദ്രവിക്കാമെന്നതിൻ്റെ അങ്ങേയറ്റം വരെ ഉപദ്രവിച്ചതാണ് ആസിയ ബീവിയെ. പക്ഷേ തളർന്നില്ല. അതുകൊണ്ട് മരിക്കുന്ന നേരത്ത് അല്ലാഹു തആല ആസിയ ബീവിയുടെ ഒരു ഫോട്ടോ അത് സ്വർഗത്തിലിരിക്കുന്നതായി കണ്ടുകൊണ്ട് മരിപ്പിച്ചു. ആ വേദന പോലും ആസിയ ബീവി അറിഞ്ഞില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് അപസ്മാരമായിരുന്നു. അങ്ങനെ അപസ്മാരത്തിൻ്റെ ശക്തിയിൽ ആ പെൺകുട്ടിക്ക് ഒട്ടും സഹിക്കാതെ ആയപ്പോൾ ആ പെൺകുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അപസ്മാരമുണ്ട്. ഞാൻ അപസ്മാരത്തിൽ പെടുമ്പോൾ ഞാൻ നിലത്ത് വീണ് എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞു പോകുന്നു നബിയെ. എനിക്ക് വേണ്ടി നബി അള്ളാഹുവിനിലേക്ക് ദുആ ചെയ്യണം, എൻ്റെ ഈ രോഗം മാറാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, പക്ഷേ നിനക്ക് ഈ രോഗം വേണോ? അതെ, സ്വർഗത്തിൽ നിനക്കൊരു ഇടം വേണോ? സ്വർഗത്തിൽ നിനക്ക് ഇടം വേണമെങ്കിൽ നീ ക്ഷമിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, നബിയെ, ദുആ ചെയ്യേണ്ട നബിയെ, ഞാൻ ഈ രോഗം ഞാൻ ക്ഷമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി നബിയോട് പറഞ്ഞു,
നബിയെ, ഞാൻ നിലത്ത് വീഴുമ്പോൾ എൻ്റെ വസ്ത്രങ്ങളായി അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുആ ചെയ്യുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പിതാവിരുന്ന് ഭയങ്കരമായ രീതിയിൽ കരയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ആ മകനെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് നബിയെ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തതെന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ആ മകൻ നിന്നെ സ്വർഗത്തിലെ എല്ലാ വാതിലുകളിലൂടെയും നിന്നെ വിളിക്കും. അതാണോ നിനക്ക് വേണ്ടത്? അതോ ആ മകൻ വീണ്ടും ഇവിടെ ജീവിച്ചിരിക്കുന്നതാണോ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ മകൻ എന്നെ എല്ലാ വാതിലുകളിലൂടെയും വിളിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ക്ഷമിക്കുക, ക്ഷമയിൽ കൂടി മാത്രമേ അത് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ക്ഷമ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഒരാൾ നമ്മളെ ഇടിച്ചാൽ നമുക്ക് അത് തിരിച്ചടിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ അത് ശ്രമിക്കാൻ അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.